കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ കടാതി കാരക്കുന്നം കോതമംഗലം ബൈപ്പാസിന് അനുമതിയായി. BJPയുടെ നിരന്തരമായ ഇടപെടലിൻ്റെയും കൂടി ഭാഗമായാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചത്. BJP വികസന കേരളം ടീം കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് നിവേദനം നൽകുകയും തുടർന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നിർമ്മാണത്തിന് ആവശ്യമായ അനുമതി നൽകിയത്. 2 താലൂക്കുകളുടെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബൈപ്പാസ് പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെയും ഇടുക്കി MP ഡീൻ കുര്യാക്കോസിൻ്റെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടും കൂടാതെ ഇവർ ഭൂമാഫിയയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും പദ്ധതിയെ അവതാളത്തിലാക്കി. BJP മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ 2017 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. റോഡിന് കല്ലിട്ടതിനെ തുടർന്ന് 3 പതിറ്റാണ്ടായി സ്വന്തം ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം. ഇരു ബൈപ്പാസുകൾക്കുമായി 2023-24 സാമ്പത്തിക വർഷം 1000 കോടിയിലധികം രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വന്നതോടെ ദേശീയപാത അതോറിറ്റി പദ്ധതി മരവിപ്പിച്ചു. മാത്രമല്ല, ആദ്യ എസ്റ്റിമേറ്റിൽ ഭൂമി ഏറ്റെടുക്കലിനു മാത്രം 575 കോടി രൂപ ചെലവ് വരുമെന്ന കണക്കാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. ഇത് അധികമാണെന്നും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് NH അധികൃതർ കത്ത് നൽകി. ഇതേ തുടർന്ന് വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 375 കോടിയായി ഭൂമി ഏറ്റെടുക്കൽ ചെലവ് ചുരുങ്ങി. ആദ്യ എസ്റ്റിമേറ്റിൽ ചെലവ് പെരുപ്പിച്ചു കാണിച്ചതും പദ്ധതിക്ക് തിരിച്ചടിയായി. പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മുടെ കോതമംഗലം ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ്. അത് MPക്ക് താല്പര്യമില്ലാതെ അട്ടിമറിക്കപ്പെട്ട ഒരു പദ്ധതി. വികസിത കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് വന്നപ്പോൾ ഈ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ പദ്ധതിയെക്കുറിച്ചും നമ്മുടെ സ്റ്റേറ്റിൻ്റെ വികസിത കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പ്രസിഡന്റ് ക്ഷണിച്ചു. നമസ്കാരം. നമ്മുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിൻ്റെ തീരുമാനം വികസിത കേരളം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ കേരളത്തിൽ നടക്കുന്ന ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ യാത്രയുണ്ടായിരുന്നു. ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ജില്ലയുടെയും വികസന കുതിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ള ചോദ്യവുമായിട്ട് നമ്മുടെ അടുക്കൽ വരികയുണ്ടായി. ഇവിടെ സംബന്ധിച്ച് മെയ് 4-ാം തീയതിയായിരുന്നു എറണാകുളം ജില്ലയുടെ വികസിത കേരളം കൺവെൻഷൻ നടന്നത്. ആ സമയത്ത് നമ്മൾ മുന്നോട്ട് വച്ച നമ്മുടെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ MPമാർ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കേരള ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ട കൊച്ചി മധുര NHൻ്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ട് മൂവാറ്റുപുഴയിലെയും കോതമംഗലത്തിൻ്റെയും ടൗണുകളെ ഗതാഗതക്കുരുപ്പിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ബൈപ്പാസ് റോഡുകൾ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വരികയുണ്ടായി. അത് ദീർഘനാളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയെയും പഞ്ചായത്തുകളെയും MLAയും MPമാരെയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ പ്രപ്പോസലുകളൊന്നും അവർ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് മാറി മാറി വന്ന MPമാർ അതിൻ്റെ പ്രപ്പോസൽ അലൈൻമെൻറ്റ് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന രീതി പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ MP ആണെങ്കിലും ഇതിന് മുമ്പത്തെ MP ആണെങ്കിലും ആ രീതിയിൽ അലൈൻമെൻറ്റ് മാറ്റുന്ന ഒരു നിലപാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ അത് വികസിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനപ്പുറമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന PWD വകുപ്പും മറ്റ് വകുപ്പുകളും ഇതിനെക്കുറിച്ചൊരു അനാസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഭൂമാഫിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അലൈൻമെൻറ്റ് ഈ വഴിക്കാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടനിലക്കാർ ഇതിനെ തകർക്കുവാൻ ഈ അലൈൻമെൻറ്റ് പല ദിശയിലേക്ക് മാറ്റുവാൻ കഴിയുന്ന നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ
23, 24 കാലയളവിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന എല്ലാ പ്രപ്പോസലും ബജറ്റിൽ തന്നെ അനുവദിക്കപ്പെട്ട തുക മാറ്റിവെക്കപ്പെടുന്ന രീതിയിലേക്ക്, വിനിയോഗിക്കപ്പെടാത്ത രീതിയിലേക്ക് മാറുകയുണ്ടായി. എന്നാൽ വികസിത കേരള ടീം എന്നുള്ള രീതിയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വന്നപ്പോൾ മൂവാറ്റുപുഴയുടെയും കോതമംഗലത്തിൻ്റെയും എറണാകുളം ഈസ്റ്റ് ജില്ലയുടെയും പ്രഥമ പരിഗണന എന്ത് എന്ന് ചോദിക്കുമ്പോൾ വികസനമാണ് നമുക്ക് ആവശ്യമെന്ന് പറയുകയും വികസനത്തിന് അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ റോഡ് വികസനം, പ്രത്യേകിച്ചും NHൻ്റെ ബൈപ്പാസ് വികസനമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെയോ MP-യുടെയോ MLA-യുടെയോ പഞ്ചായത്ത് ഭരണകർത്താക്കളുടെയോ മറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഹിതമാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജില്ലാ കമ്മിറ്റി പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബൈപ്പാസ് റോഡ് അടിയന്തരമായിട്ട് നടപ്പിലാക്കണമെന്ന് കൺവെൻഷനിലും പിന്നീട് നടന്ന നേതൃയോഗത്തിലും നാം പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ആ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 4-ാം തീയതി നമ്മൾ കൊടുത്ത പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ജൂൺ 4-ാം തീയതി അത് അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ചർച്ചയ്ക്ക് പോയത് മുഖ്യമന്ത്രിയും PWD മന്ത്രിയും പോയി എങ്കിൽ തന്നെയും അത് അംഗീകാരം ഉണ്ടാകണം, അത് നടപ്പിലാക്കണം. 6700 കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിൽ 1300 കോടിയിൽ അപ്പുറം വരുന്ന വികസന കുതിപ്പ് നമ്മുടെ എറണാകുളം ഈസ്റ്റ് ജില്ലയിലെ ബൈപ്പാസ് റോഡിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹം മുന്നോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇടപെടൽ, സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് ഈ കാര്യങ്ങൾ ഇത്ര സ്പീഡിൽ നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും എറണാകുളം ഈസ്റ്റ് ജില്ലയിലുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ, ഇവിടുത്തെ എല്ലാ പ്രദേശവാസികളോടും നിൽക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും തയ്യാറാണ്. അതോടൊപ്പം നിൽക്കുന്ന പാർട്ടി നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമാണ് നമുക്കുള്ളത്. ഒട്ടനവധി മറ്റു കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ MP-യുടെയും അനാസ്ഥ മാറ്റിവെച്ചുകൊണ്ട് സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള BJP മുന്നോട്ട് വച്ചിട്ടുള്ള വികസിത കേരളത്തിന് നമ്മുടെ ഈ മേഖലയിൽ ആവശ്യമായിട്ടുള്ള ബൈപ്പാസ് റോഡിൻ്റെ വികാസം കൊണ്ടുവരുവാൻ ഇവർ മുന്നോട്ട് വരണം, അതിനൊപ്പം നിൽക്കണം. നമ്മുടെ കേരളം വികസിക്കുവാൻ കഴിയുന്ന ഒരു തുടക്കമായിട്ട് ഈ പദ്ധതികൾ ഓരോന്നും മാറുമ്പോഴും അതൊക്കെ തന്നെയാണ് നമുക്ക് ആവശ്യം എന്ന് പറയാനാണ് ഈ പത്രസമ്മേളനം നമ്മൾ മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് ഈ കാര്യങ്ങളാണ് മുന്നോട്ട് പറയാനുള്ളത്. അത്തരത്തിൽ ഇതിനെ കാണണമെന്നും അതിന് മുൻകൈയെടുത്ത നിതിൻ ഗഡ്കരിജിയെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുവാനായിട്ടാണ് ഈ സമയം വിനിയോഗിക്കുന്നത്.